ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. 6 മാസത്തിൽ അധികമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായ കശുവണ്ടി തൊഴിലാളിയായ വയോധിക ജീവനൊടുക്കിയത് ഈ അടുത്ത കാലത്താണ്. വിധവകൾ, മുതിർന്ന പൗരന്മാർ, ശാരീരിക വൈകല്യമുള്ളവർ, അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതലുള്ള വനിതകൾ എന്നിവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷനാണ്. ചെറിയ തുകയാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുന്നതെങ്കിലും ധാരാളം കുടുംബങ്ങൾക്ക് അത് ആഹാരത്തിനും മരുന്നിനുമുള്ള ഏക ആശ്രയമാണ്. ഇത് മുടങ്ങിയത് മൂലം പലരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ്. ജോൺ പോർട്ടോല്ല അർച്ചനഗർ 70. പെൻഷൻ വാർദ്ധക്യ പെൻഷനാണ്. ഇത് കിട്ടിയാണ് ഗുളികകൾ മേടിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാതിരുന്നപ്പം. 7 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. എൻ്റെ അമ്മ അൽഫോൻസയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് 7 മാസമായിട്ട് കോർപ്പറേഷനിലുള്ള പെൻഷൻ 300 രൂപ വീതമേ 7 മാസം കൊണ്ട് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 7 മാസം കൊണ്ട് ഇപ്പോൾ പെൻഡിങ്ങിലാണ്. പെൻഷൻ കിട്ടുന്നില്ല. ഇപ്പം 300 രൂപ വീതമേ കിട്ടുന്നുള്ളൂ, ബാക്കി പൈസ കിട്ടുന്നില്ല. സുഖമില്ലാത്തത്, ആസ്മ രോഗിയാണ് അമ്മ. അമ്മയ്ക്ക് നല്ലൊരു പൈസ മരുന്നിന് തന്നെ വേണം. അപ്പോൾ ഈ പൈസ കൊണ്ടാണ് മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബുദ്ധിമുട്ടിലാണ് ആകെപ്പാട്. പേര് ഫിലോമിന. ഞാൻ ശാലം നഗറിലാണ് താമസം. പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കിട്ടാതിരിക്കുകയാണ്. 7 മാസമായി. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വയ്യായ്മയാണ്. മരുന്നുകളൊക്കെ വാങ്ങിക്കാനുള്ള കഴിവൊന്നും നമുക്ക് മക്കൾക്കില്ല. അവർ തന്നെ അന്നന്ന് ജോലി ചെയ്ത് അവരുടെ മക്കളെ പോറ്റാൻ പോലും അവർക്ക് പറ്റാത്ത അവസ്ഥയാണ് ഇന്നത്തെ ജീവിതം. പിന്നെ നമുക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ച് എപ്പോഴും തരാൻ പറ്റുന്നില്ല അവർക്ക്. മുസ്ലിം കോളനായി ചോരാപ്പുറം കൊണ്ട ഇത് ഇത്രയും 5-6 മാസം കൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഈ പെൻഷൻ്റെ പൈസ കൊണ്ടാണ് ഞങ്ങൾ മരുന്ന് വാങ്ങിക്കുകയും ഇടത്തെയൊക്കെ ചെയ്യുന്നത്. ഇത് കിട്ടാത്തോട്ട് ഞങ്ങൾ എല്ലാം വലിയ ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. മരുന്ന് കഴിക്കാൻ പോലും നിവൃത്തിയില്ല. വാർദ്ധക്യ പെൻഷനാണ്. വാർദ്ധക്യ പെൻഷൻ ഇന്നാണ് ഇതിലെല്ലാം എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. വാർദ്ധക്യ പെൻഷൻ ഇപ്പോൾ കൊടുക്കും. അത് കാരണം കാണുമ്പം സന്തോഷത്തോടു കൂടി ഇരിക്കും. പിന്നെയും കിട്ടത്തില്ല. ഇത് തന്നെ സംഭവം. ഇപ്പോൾ പെൻഷൻ ഞങ്ങൾക്ക് മുടങ്ങി കിടക്കുന്ന കാരണം പെൻഷൻ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ മരുന്ന് ഒക്കെ മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്നേരം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ പെൻഷൻ വേറെ ഒന്നുമില്ലല്ലോ. പെൻഷൻ മേടിക്കുമ്പോൾ കുറച്ച് മരുന്നുകൾ മേടിക്കാം. അങ്ങനെ ഇപ്പോൾ കിട്ടി തന്നെ ഒത്തിരി നാളുകളായി പെൻഷൻ. അത് മരുന്ന് മേടിക്കുന്ന രോഗികളാണ്. വീട്ടിലെ പെൺമക്കളൊന്നും, എനിക്ക് ആൺമക്കളില്ല, 2 പെൺമക്കളാണ്. പിന്നെ അവരുടെ ഈ സഹായത്തിലാണ് നമ്മൾ നീങ്ങിപ്പോകുന്നത്. ഭർത്താവ് ജോലിക്കാരനല്ല. ഞങ്ങൾക്ക് ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ 2 പേരും കുറച്ച് മരുന്നുകളൊക്കെ മേടിക്കുന്നത്. പിന്നെ വയ്യാത്ത അമ്മ. പേര് തെൽമ. പെൻഷൻ കിട്ടാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ മരുന്നിൻ്റെ കാര്യത്തിന് ഞങ്ങളുടെ ചില്ലറ ആവശ്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് കിട്ടാതിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവും ഉണ്ട്. പിന്നെ ഇപ്പം മക്കളുടെ ആശ്രയത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. മക്കൾ പറയുമ്പോൾ മക്കൾ മരുന്ന് വാങ്ങിച്ച് തരും, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരും. ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ 7 മാസം 7 മാസം കൂടുതലായി കിട്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇപ്പം. പെൻഷൻ കിട്ടുന്നില്ല. അത് ആരോട് ചോദിക്കാമെന്ന പോലെ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആ പെൻഷൻ കൊണ്ടാണ് ഒരുപാട് മരുന്നുകളൊക്കെ ചിത്രമായാലും മരുന്നിലൊക്കെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് പൈസ പെൻഷനില്ല. ഇതുവരെ കുടിശ്ശിയുള്ള പെൻഷനൊക്കെ തന്നതിനെ പറ്റാത്തതുകൊണ്ട് പെൻഷൻ വേണം, അത്യാവശ്യമാണ്. ആരോഗ്യ പ്രശ്നം അസുഖം തന്നെയാണ്. 10-22 വർഷം മുമ്പ് അസുഖത്തിൻ്റെ തന്നെയാണ്. എല്ലാ ആശുപത്രികളും മാറി എന്തിനും മരുന്ന് മേടിക്കുന്നതാണ്. വാർദ്ധക്യ പെൻഷന്റെ ഗുണഭോക്താക്കളായ മുതിർന്ന പൗരന്മാർ അത് മുടങ്ങിയത് മൂലം ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. പലതരം രോഗാവസ്ഥകളാൽ വലയുന്ന അവർക്ക് ഈ പെൻഷൻ കിട്ടുന്നതിലൂടെ മരുന്നുകളുടെ ചിലവുകൾ ഒരു പരിധിവരെ നോക്കാനാകുന്നു. ചില മരുന്നുകൾ ഹെൽത്ത് സെൻ്ററുകളിൽ നിന്നും ജില്ലാ ആശുപത്രികളിൽ നിന്നും ലഭ്യമാകുന്നു. എങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചില വില കൂടിയ മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കേണ്ടതായി വരുന്നു. ഇതിന് അവർക്ക് വലിയൊരു തുക വേണ്ടി വരുന്നു. ഈ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ മരുന്നുകൾ മേടിച്ചിരുന്നത്.
അപ്പം വേറെ ഞങ്ങൾക്കൊരു ഇതും ഇല്ല. ഭർത്താവ് സുഖമില്ലാത്തതാണ്, ഭർത്താവിനും ഉണ്ട്, ഭർത്താവിനും വരുന്നില്ല പെൻഷൻ. പിന്നെ നമ്മൾ ഇതുകൊണ്ട് തന്നെ കഴിയുന്ന വാടക വീടാണ് ഞങ്ങൾ കിടക്കുന്നത്. വാടക കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ല. അപ്പം 7 മാസം കൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ വരുന്നില്ല. എന്താ കാര്യമൊന്നും നമുക്കറിയില്ല. 1600 രൂപ പെൻഷൻ ഇങ്ങനെ. ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നു. മുടങ്ങിയപ്പോൾ മാസം തോറും വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിഞ്ഞില്ല. മരുന്നുകൾ മേടിക്കുന്നു, എടുക്കുന്നുമില്ല. അല്ലാതെ ഇപ്പോൾ 7 മാസം കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആരോഗ്യത്തിനെന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളുണ്ട്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, പിന്നെ യൂറിക് ആസിഡുണ്ട്, വിരൽ മുറിച്ച്, പിന്നെ ഹാർട്ടിൻ്റെതായിട്ടില്ല, പിന്നെ മറ്റേ പിത്താശയത്തിൽ കല്ല്, കിഡ്നിയിൽ കല്ല്, ഇങ്ങനെയെല്ലാം ഉള്ള അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് മരുന്ന് മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാത്ത, ഭർത്താവിന് റിപ്പറേഷൻ കടയിൽ നിന്ന് അത് എത്ര ഒഴിവുകൾ വരും. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. വേറെ ആരും തരാനില്ല. ഇതിലെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത്. 96 വയസ്സ് കഴിഞ്ഞ ഒരു മുതിർന്ന പൗരന് പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയപ്പോൾ അത് ശരിയാകാതെ തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. സുഖമില്ലാതെ വീട്ടിലിരിക്കുക. ഈ പെൻഷന് ഇത് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം കിട്ടിയില്ല. ഈ പ്രാവശ്യം കൊടുത്തപ്പോഴത്തേക്ക് 1 മാസം കൊടുത്തപ്പോൾ കിട്ടിയില്ല. എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെ പറയുന്ന ഈ വിരൽ പൊതിച്ചപ്പോഴേ പതിയാതിരുന്ന എല്ലാവർക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇത്രയും പ്രായമുള്ള ആൾക്ക് ഈ വിരൽ പതിക്കാതിരുന്ന രക്തോട്ടമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ പതിയും? അവരിപ്പോൾ പെൻഷൻ ഇല്ല എന്ന് പറയുന്നു. ഇനി പെൻഷൻ വരുമ്പോൾ അറിയാം. 2000 രൂപ വേണം മാസം മരുന്ന് മേടിക്കാം. അതിപ്പോൾ ഇല്ലാതായി. ഈ പെൻഷൻ കിട്ടാതിരിക്കുമ്പോഴേ ഇനിയിപ്പോൾ അടുത്ത പെൻഷൻ വരുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണെന്ന്. എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ പൊതുവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മക്കൾക്ക് ഇതുമൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ക്ഷേമ പെൻഷനുകളും മുടങ്ങിയതോടെ മരുന്നിനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കും ഈ മക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു. പെൻഷൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഞാനൊരു വിധവയാണ്. ഇപ്പോൾ 6 മാസത്തിൽ കൂടുതലായി പെൻഷൻ കിട്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. എൻ്റെ മക്കൾ മത്സ്യത്തൊഴിലാളിയാണ്. മക്കൾക്ക് കൂടുതലായിട്ട് ഞങ്ങളെ നോക്കുവാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഈ 6 മാസം പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മരുന്ന് വാങ്ങിക്കുക, ഞങ്ങളുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആകെ എല്ലാം തകർന്ന് അതുപോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മക്കൾക്ക് മത്സ്യത്തൊഴിലാളികൾ ആണെങ്കിൽ അവർ പോയി അതിൽ കിട്ടുന്നെങ്കിലല്ലേ ഞങ്ങളെയും നോക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മത്സ്യമേഖലകളെല്ലാം വലിയ പരാജയത്തിലാണ്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ എത്രയോ പ്രായം ചെന്നവർ രോഗികളെല്ലാം, കിടപ്പ് രോഗികൾ വരെ അവർ വലിയ പ്രയാസത്തിലാണ്. അതും ഈ മത്സ്യത്തൊഴിലാളികളുടെ അമ്മമാരാണ് കൂടുതലും വീടുകളിൽ ഇരിക്കുന്നത്. അവർക്കും നോക്കുവാൻ സാധിക്കുന്നില്ല. അവരും ഈ പെൻഷൻ കാത്ത് എപ്പോൾ വരും എന്ന് പറഞ്ഞ് അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വരെ അവർക്കും പെൻഷൻ കിട്ടുന്നില്ല. എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെൻഷൻ വന്നോ? ആർക്കും വരുന്നില്ല. അങ്ങനെ അവർ വലിയ പ്രയാസത്തിലാണ് അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഈ പെൻഷൻ ഇത്രയും പെട്ടെന്ന് അങ്ങ് അവിടെ നിന്ന് തരണമെന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുകയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു. പിന്നെ എനിക്ക് ക്ഷേമനിധി പെൻഷൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, 1600 രൂപ. പക്ഷേ അതിപ്പം 6 മാസമായിട്ട് ഞങ്ങൾക്ക് മുടങ്ങി കിടക്കുകയാണ്. അതിനിടയിൽ വെച്ച് ഡിസംബർ മാസത്തിൽ 1 മാസത്തത് ഞങ്ങൾക്ക് കിട്ടി. വീണ്ടും 5 മാസത്തത് ഞങ്ങൾക്ക് മുടങ്ങി. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാനൊരു വിധവയല്ലേ, അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു കുഴപ്പം തന്നെയാണ്. കാര്യം എനിക്കത് കിട്ടുകയാണെങ്കിൽ എനിക്ക് മരുന്ന് വേണം, എനിക്ക് മറ്റങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് ആട്ടോ കൂലി കൊടുക്കണം. പക്ഷേ എനിക്ക് എൻ്റെ മക്കൾ എന്നെ നല്ലോണം നോക്കും. എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്.
എൻ്റെ എല്ലാ കാര്യവും എനിക്ക് എൻ്റെ മക്കളടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിത് മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഞങ്ങൾക്കിത് മുടക്കം കൂടാതെ എല്ലാ മാസവും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് തരികയാണ്. ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു. ആരോഗ്യ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖങ്ങളുണ്ട്. പത്തല്ലിന് ഓപ്പറേഷൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. മറ്റ് പലതരത്തിലുള്ള എല്ലാ അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ മുടങ്ങാതെ, പ്രഷറിൻ്റെ ഗുളിക എനിക്ക് മുടങ്ങാതെ കഴിക്കണം. അപ്പോൾ എനിക്ക് ഈ പെൻഷൻ കൊണ്ടാണ് ഞാൻ മരുന്നെല്ലാം വാങ്ങിക്കുന്നത്. ഒരു പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ പോകണമെങ്കിൽ തന്നെ 2000 രൂപ വേണം. അപ്പോൾ ഇത് നമുക്കൊരു 1600 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പെൻഷൻ ഞങ്ങൾക്ക് മുടങ്ങാതെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ എന്നെപ്പോലെ മറ്റെല്ലാവരുടെ ആഗ്രഹം. പക്ഷേ ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് 1600 രൂപ വെച്ച് തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2000 രൂപ ആക്കുമെന്ന് പറഞ്ഞു പെൻഷൻ. പക്ഷേ ഇതുവരെ അത് 2000 രൂപ ആക്കിയതുമില്ല. ഇപ്പം ഞങ്ങൾക്കിത് മുടങ്ങി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമാണ്. ഇത് മുടങ്ങാതെ, ഇത് കൂട്ടിയില്ലെങ്കിലും മുടങ്ങാതെ ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. വിധവയായ ഈ വീട്ടമ്മയ്ക്ക് വീട്ടിലെ ചിലവും 2 മക്കളുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് വീടുകളിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനവും ക്ഷേമ പെൻഷനുമാണ്. പെൻഷൻ കൃത്യമായി ലഭിക്കാത്തത് മൂലം ആകെ വിഷമത്തിലാണ്. നമുക്ക് ആ പെൻഷൻ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് വേറെ വരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. വിധവ പെൻഷനാണ് മേടിക്കുന്നത്. ആ 7 മാസം കൊണ്ട് പെൻഷൻ നമുക്ക് കിട്ടുന്നില്ല. ആ പെൻഷൻ്റെ പൈസ കിട്ടുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ നടന്നുകൊണ്ട്, പിള്ളേരെ പഠിപ്പിക്കാനുള്ള നിവൃത്തിയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ പെൻഷൻ ഓരോ മാസത്തിൽ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടന്നത്. അല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല. അത് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടിയാൽ അത്രയ്ക്കും വളരെ ഉപകാരമായിരിക്കും നമുക്ക് ആ പെൻഷൻ കിട്ടുന്നത് കൊണ്ട്. ആ പെൻഷൻ്റെ ഇതുകൊണ്ടാണ് മക്കൾക്ക് തന്നെ നമ്മളെ മരുന്നായിരുന്നാലും എല്ലാ കാര്യങ്ങളും അതിലൂടെയാണ് കടന്നുപോയി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പെൻഷൻ കിട്ടാത്തത് കൊണ്ട്. എത്രയും പെട്ടെന്ന് പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും വളരെ ഉപകാരമായി. 1600 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ കൂടുതൽ 100 കൂടുമെന്ന് പറഞ്ഞതല്ലാതെ കൂട്ടിയൊന്നും തന്നിട്ടില്ല. പക്ഷേ 1600 തന്നെയാണ് തരുന്നത്. അത് 1600 1600 അതായത് മാസത്തിൽ കിട്ടിയാൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. അസ്വസ്ഥതകളെല്ലാം നമുക്ക് വരുമ്പോൾ, ആ രോഗങ്ങൾ വരുമ്പോൾ ആ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് മേടിക്കാം. വേറെ വഴികളൊന്നും നമുക്കില്ല. വേറെ ആരും തരാനും ഒന്നും തന്നെ ഇല്ല. ആ പൈസ കൊണ്ടാണ് നമ്മൾ ജീവിതമാർഗം കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. നമുക്ക് 50 രൂപയ്ക്ക് 100 രൂപയ്ക്കാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ പോയി നമ്മൾ ചോദിക്കേണ്ടി, ആ പൈസ കിട്ടിയാൽ നമുക്ക് ആ ഇതുകൊണ്ട് മരുന്നും എല്ലാം മേടിക്കാം. പക്ഷെ നമുക്കിത് 7 മാസം കൊണ്ട് അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് കിട്ടിയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എത്രയും പെട്ടെന്ന് കിട്ടാൻ ഉള്ള ഇത് ഞങ്ങൾക്ക് മേടിച്ച് തരാനുള്ള അനുവാദം നിങ്ങൾ നോക്കണം. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ 15-ാം തീയതി മുതൽ നൽകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ്. സാധാരണക്കാരെ വളരെയധികം മാനസിക സംഘർഷത്തിലാക്കുന്ന ഒരു പ്രശ്നമായി കണ്ട് ലഭിക്കാനുള്ള തുക മുഴുവനും ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. കൂടാതെ പെൻഷൻ തുക അതാത് മാസം തന്നെ ലഭ്യമാക്കാനുള്ള സംവിധാനവും നടപ്പിലാക്കണം. വെറും വാഗ്ദാനങ്ങളിലും പ്രസ്താവനകളിലും ഒതുങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രത്യാശയോടെ അവർ കാത്തിരിക്കുന്നു. ഇതോടൊപ്പം പെൻഷൻ മസ്റ്ററിംഗ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകളും പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു.